ഒരു രാത്രി ഈ ഇൻസ്റ്റാഗ്രാം റീല് കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ഏകദേശം 10 മാസം കഴിഞ്ഞിരിക്കണു. 3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഗുരുവായൂരെത്തി. പതിവ് പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. എന്നാലും ഒരു 4 മണിക്കൂറോളം ക്യൂ നിന്ന് കണ്ണനെ കൺകുളിർക്ക് കണ്ടു. എന്താ ഈടെയായിട്ട് ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങാത്തതെന്ന് ഉണ്ണിക്കണ്ണൻ എന്നോട് ചോദിച്ച പോലെ എനിക്ക് തോന്നി. ഇനി ഇത്രയും വൈകില്ല, ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിക്കോളാന്ന് മനസ്സുകൊണ്ട് ഞാനും പറഞ്ഞു. അതിനുശേഷം മമ്മിയൂരുള്ള നന്ദിനി കഫേലാണ് ഞാൻ വന്നത്. ഓട്ടോയുമായിട്ട് ഒരാൾ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. കൃഷിച്ചേട്ടൻ 14 ഗുരുവായൂർ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ നന്ദിനി കഫേയിൽ വെച്ചെടുത്ത വ്ളോഗാണ്. ഞാനും ഗുരുവായൂർ വ്ളോഗ് എടുക്കുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ല കേട്ടോ. 12 എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ഗുരുവായൂർ വ്ളോഗായിട്ട് കൂട്ടണ്ട. പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദിനി കഫേയിൽ അങ്ങനെ ഒരു ഫുഡ് വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതല്ല. സമയം ഏകദേശം ഒരു 11:30 ആയി. കർണാടകയുടെ മോസ്റ്റ് ഫേമസ് മിൽക്ക് ബ്രാൻഡാണ് നന്ദിനി. അപ്പോൾ അവരുടെ കഫേ ആവുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് കിട്ടും. ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോകാലോചിച്ചിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. പനീർ മുറുക്ക്, മുറുക്കിൻ്റെ ആളെൻ്റെ അമ്മ. പിന്നെ ഒരു ചോക്കോ കുക്കീസ് വേണമെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതും 2 വയ സെറ്റായി. ഒന്നും കൂടി ആവാം. ഈ കഫേയിൽ മിൽക്ക് പ്രൊഡക്ട്സും സ്നാക്സും മാത്രമല്ല, ദോശ വെറൈറ്റീസ്, അതുപോലെ ഐസ്ക്രീം സ്കൂപ്സ്, പിന്നെ വെജ് ബർഗേഴ്സ് ആൻഡ് വെജ് പിസ്സാസും അവൈലബിൾ ആണ്. അതുകൊണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടായിരിക്കും മമ്മിയൂരുള്ള ഈ നന്ദിനി കഫേ. അടുത്ത ഗുരുവായൂർ വരവുകളിൽ ഇവിടെ വെച്ചൊരു ഫുഡ് വ്ളോഗ് ചെയ്യും ഞാൻ എന്തായാലും. ഗുരുവായൂരിൽ നിന്ന് നമ്മൾ ചാവക്കാട് വഴി തളിക്കുളത്തേക്ക് ഒരു മനോഹരമായ ഓട്ടോ യാത്ര പോകാൻ പോവാണ്. കൃഷിച്ചേട്ടൻ്റെ അയൽക്കാരനായ സ്വരൻചേട്ടൻ്റെ ഓട്ടോയിലാണ് നമ്മുടെ യാത്ര മനോഹരമാക്കാൻ ചെറിയൊരു ചാറ്റൽ മഴയും പെയ്യുന്നുണ്ടേ. യൂട്യൂബ് വഴി ലഭിച്ച ഒരു സുഹൃത്ത്, അതിലുപരി ഒരു ജ്യേഷ്ഠനാണ് കൃഷിച്ചേട്ടൻ. കഴിഞ്ഞ 1.5 മാസമായിട്ട് എൻ്റെ വ്ളോഗുകളിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഈ ഇരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം തന്ന പല സജഷൻസും എനിക്ക് എൻ്റെ വ്ളോഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഏകദേശം 8 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തപ്പോഴാണ് കൃഷിച്ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഒരു കായൽ കയാക്ക് റിസോർട്ട് ഉണ്ട്. കായലിൻ്റെ തീരത്തുള്ള അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പരിപാടീസൊക്കെ ആണെങ്കിൽ നടത്താനൊക്കെ നല്ലൊരു സ്പോട്ടാണ്. ചേട്ടാ, ഈ സ്ഥലത്തിന്റെ എക്സാക്ട് പ്ലേസ് നെയിം എന്താ? ഇത് കുണ്ടുകടവ് പാലല്ലേ? ആ പാലം കഴിഞ്ഞ പാലം അതിന്റെ ഇടത്തോട്ടുള്ള റോട്ടിൽ കൂടെ വന്നാൽ അവിടെ നിന്ന് കാണാം. ഇവിടെ കയാക്കിങ്, പെഡൽ ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതിന്റെ റേറ്റുകളും കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ബാച്ചിലർ പാർട്ടി ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11:45. അതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. വൈകിട്ട് എസ്പെഷ്യലി വീക്കെൻഡ്സിൽ നല്ല തിരക്കാണെന്നാണ് കേട്ടത്. സീ ഫുഡ് വെറൈറ്റീസ് കിട്ടുന്ന കായലോരം എന്നൊരു ഫുഡ് ഹബും ഇവർക്കുണ്ട്. ഞാൻ പറയായിരുന്നു ചേട്ടനോട് ചേച്ചീനെയും അമ്മേനെയും കൂട്ടിയിട്ട് ഇവിടെ വന്നൊരു ഫുഡ് വ്ളോഗ് ചെയ്യാൻ. ചേട്ടൻ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം അല്ലേ? നല്ല ചൂടുള്ളൊരു മുട്ട ബജിയും ചായയും. ഒരു സൈഡിൽ നിന്ന് പാലം, അവിടെ നിന്ന് ഇങ്ങനെ പരന്ന് കിടക്കണ കായൽ. പിന്നെ ബോട്ടിംഗ് ഉണ്ട് വേണമെങ്കിൽ. ചായ കുടിച്ചാ അതൊരു 1.5 ചായയാണ്. 100 കൊടുത്താലും തെറ്റില്ല എന്നറിയാൻ. അത്രയും നല്ലൊരു ആംബിയൻസ് സംഭവം കൊള്ളാം. തലോടാൻ നിർവൃതിയോടെ പുനരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം മാനം നീലെ മഞ്ഞിൻ കൂടാരം. 12:30 ചേട്ടൻ്റെ വീട്ടിലെത്തി ഞാൻ. ഓർഗാനിക് ഷുഗർ കൊണ്ടുണ്ടാക്കിയ നല്ല തണുത്ത നാരങ്ങ വെള്ളം അമ്മ ഞങ്ങൾക്ക് തന്നു. ദീപ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണേ. കുറച്ച് കഴിഞ്ഞാൽ വരും. ഞങ്ങളങ്ങനെ 1 മണിക്കൂറോളം നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിനുശേഷം ബൈക്ക് എടുത്ത് തൃപ്രയാർ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ദീപ ചേച്ചിയുടെയും സരസ്വതി അമ്മയുടെയും ആരാധകർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ വൈകിട്ട് സ്നേഹതീരം ബീച്ചിലേക്ക് പോകുന്നുണ്ടേ. അതിലവർ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഈ തൃപ്രയാർ യാത്ര ഞങ്ങൾ 2 പേരും ഉള്ളൂ എന്ന് മാത്രം. തൃപ്രയാർ പലതവണ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഇവിടുത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. തൃപ്രയാറിൻ്റെ മറ്റു കാഴ്ചകൾ ഞാൻ അധികം കണ്ടിട്ടില്ല.
ഞങ്ങളിന്ന് വന്നേക്കുന്നത് ഇവിടുത്തെ ന്യൂ റിലാക്സ് റെസ്റ്റോറൻറ്റിലേക്കാണ്. തൃപ്രയാറിലേന്നല്ല, തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ദം ബിരിയാണി കിട്ടുന്നത് ഇവിടെയാണെന്നാണ് ഹൃഷേട്ടൻ പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഫുഡ് വ്ളോഗ് ചെയ്തിട്ടുള്ള ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്ളോഗർ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്കും തോന്നി. ബിരിയാണി അങ്ങനെ ഹൃഷേട്ടൻ്റെ ഫേവറേറ്റ് ബിരിയാണി ട്രൈ ചെയ്യാൻ പോവാണ്. തൃശ്ശൂരത്തെ ബെസ്റ്റ് ബിരിയാണി. എന്താ ഒരു കോൺഫിഡൻസ് അല്ലേ, നമുക്ക് നോക്കാം. ഒഴിഞ്ഞു മുട്ടല്ലോ ഇല്ല. പീസ് തടഞ്ഞിട്ട് പീസ് അങ്ങോട്ട് വരണില്ല. അടിപൊളി. മറ്റേ മാംസൊക്കെ ഊർന്നു പോയി. ചേട്ടൻ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്ന കാര്യത്തിലും ആളൊരു പുലിയാണെന്ന് തെളിയിച്ചു കേട്ടോ. ബിരിയാണിയിൽ മുട്ടയില്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമം ചേട്ടനുണ്ട്, എനിക്കുണ്ട്. ആദ്യത്തെ ഉരുള അങ്ങനെ കഴിക്കണം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ആവേശം കൂടി പോയതുകൊണ്ടാണെന്നറിയില്ല, അത് കേൾക്കുന്നതിന് മുന്നേ കുറച്ച് സർലാസ് അതിലേക്ക് ഒഴിച്ചു, എന്നിട്ട് ഉരുള ഉരുട്ടി. ശരിയാ, നല്ല നാടൻ ബിരിയാണി. അതായത് ഇതിന് മസാല ദം ചെയ്തിട്ടുണ്ട്. ബിരിയാണി റൈസ് പറഞ്ഞാലും ചിക്കൻ പീസൊക്കെ കിട്ടും. അത് ഒരുമിച്ചാണ് കണ്ടോ. ഈ പീസ് റൈസിൻ്റെ കൂടെ വന്നിട്ടുള്ളതാ, സെപ്പറേറ്റ് അല്ല. ഒറിജിനൽ ദം ബിരിയാണിയാണ്. മൊത്തം ചിക്കൻ്റെ ഫ്ലേവർ റൈസിലുണ്ടാവും. ബിരിയാണിയുടെ ഒപ്പം പപ്പടം കിട്ടിയത് എന്തായാലും നന്നായി. ഇനി ചിക്കൻ പീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല സോഫ്റ്റ് ചിക്കൻ, വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്നുണ്ട്. ചക്രപന്തലിൽ മഴ ചൊരിയുന്നു ചക്രവർത്തി കുമാര, നിൻ മനോരാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്രപന്തലിൽ മഴ ചൊരിയുന്നു ചക്രവർത്തി കുമാര, നിൻ മനോരാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്രപന്തലിൽ മഴ ചൊരിയും. അടിപൊളി. കുറച്ച് മീനിൻ്റെ ഫ്ലവർ ഇട്ടി. ഇതിൽ മസാലിനേക്കാളും മസാലയുടെ ഒപ്പം തന്നെ മീനിൻ്റെ ഫ്ലവർ. പായസം ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അഞ്ചിട്ട് പായസം. സേമിയ പാലടതില്ല. സേമിയ ഓക്കെ. നമുക്ക് എന്തും പോവും, പ്രത്യേകിച്ച് സേമിയ നമുക്ക് ഇഷ്ടമാണ്. ചില മീൻ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാലേ എരിവ് കാരണം ഒരു വഴിയാവും, അപ്പോൾ നമുക്ക് മീനിൻ്റെ ശരിക്കുള്ള രുചി കിട്ടില്ല. പക്ഷേ ഇവിടുത്തെ അയില ഫ്രൈ അങ്ങനെയല്ല, ആ മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്, എന്നാൽ വലിയ എരിവും ഇല്ല. അയില ഫ്രൈൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് നമ്മുടെ ബിരിയാണിയും ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ ബിരിയാണീനെ ഞാൻ ഫിഷ് ബിരിയാണിക്ക് മാറ്റിയിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കുറേ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ കൺഫ്യൂസിങ് ആണ്, ഒന്നും അങ്ങോട്ട് മൈൻഡിൽ വരുന്നില്ല. പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, ഉറപ്പാണ്. കോഴിക്കോട് പാരഗണിൻ്റെയൊക്കെ ബിരിയാണി ഈ ഒരു 3 കൊല്ലം മുമ്പ് കഴിച്ചുകൊണ്ട് അതാണ് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ബെസ്റ്റായി നിൽക്കുന്നത്. ഒരുപക്ഷെ അതിനോട് അടുത്തൊക്കെ നിൽക്കുന്ന ഒരു സംഭവമായിരിക്കാം. തൃശ്ശൂർ കഴിച്ചാൽ ദം ബിരിയാണിയാണ് നോക്കണം. ദം ബിരിയാണി ആക്ച്വലി നോക്കുമ്പോലെ തൃശ്ശൂർ അധികം ബിരിയാണി കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ഹോട്ടലിലെ ബിരിയാണി പോലെയല്ല, ഒരു വീട്ടിലുണ്ടാക്കുന്ന മുസ്ലിം വീടുകളിൽ എസ്പെഷ്യലി ഉമ്മമാരുണ്ടാക്കണ ആ ബിരിയാണിയുടെ ഒരു കട്ട് അടിപൊളി. പൊതുവെ എനിക്ക് സേമിയ പായസം അത്ര ഇഷ്ടമല്ല, എന്നാലും എനിക്ക് വേണ്ടി ഞാൻ കഴിക്കും.
കുറവാണ്. കുഴപ്പമില്ല, ഒരു ഡെസേർട്ടിനുള്ള രീതിയിൽ. അതെ. ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ എപ്പോഴും ഞാനൊരു സുലൈമാനി ഓർഡർ ചെയ്യും. പായസം വരുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. സാരമില്ല, ഈ സുലൈമാനിക്ക് ശേഷം നമുക്ക് പായസവും കുടിക്കാം. കോഴിക്കോട്ടുകാർ പറയണ പോലെ പള്ള നിറച്ച് ബിരിയാണി കഴിക്കുക, ഒരു സുലൈമാനി അടിക്കുക, ഇനി അതും കഴിഞ്ഞ് നല്ല സേമിയ പായസം കൊണ്ട് കുടിക്കുക. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തൃപ്രയാർ ന്യൂ റിലാക്സിൽ. ഇവിടെ ബിരിയാണി ഫിഷ് വെറൈറ്റീസ് മാത്രമല്ല, നല്ല വെജിറ്റേറിയൻ ഊണും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും തൃപ്രയാർ ടൗണിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഈ അടുത്ത് വ്ളോഗ് ചെയ്തല്ലോ ഒരു മച്ചിലി ദർബാർ, അതിവിടെ അടുത്താണോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയാം, എന്നാൽ നമുക്ക് അവിടെയും പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന്. അല്ല ചേട്ടാ, എൻ്റെ വയറ് ഒരു കിണറല്ല കേട്ടോ. നമ്മൾ ഈ കാണുന്നത് കരുവന്നൂർ പുഴയാണേ. ആ പുഴയുടെ ഓരത്ത് കാണുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. അങ്ങനെ നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്, ബിരിയാണി മാത്രമല്ല, ബിരിയാണി, പായസം, മീൻ പൊള്ളിച്ചത്, പിന്നെ ലൈം ടീ കഴിച്ചിട്ട് നമ്മളിപ്പോൾ വൈമാളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈമാള് വിട്ടു ബോട്ടിലേക്ക് ഞങ്ങളിങ്ങനെ സംസാരിച്ച് വരുന്നതിനിടയിലേ വൈമാളി പോലെ നമ്മുടെ കപ്പിത്താന് വഴിതെറ്റി. ഞാനേ വൈമാളിൽ വിട്ട് ബോട്ടിങ് എന്നുള്ള മൈൻഡിൽ പോവാ. അയ്യോ, അധികം ദൂരം പോയില്ലേ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ വണ്ടി തിരിച്ച് നേരെ നമ്മൾ വൈമാളിലെത്തി. ലുലു ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനായ ശ്രീ യൂസഫ് അലി തൃപ്രയാറിനടുത്ത് നാട്ടിക സ്വദേശിയാണേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു മാള്, ലുലുവിൻ്റെ ഒരു മിനി വെർഷൻ, അതാണ് വൈമാള്. നമ്മുടെ സെക്കൻഡറി സിറ്റീസിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാളുകൾ വരുമ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ നമ്മുടെ യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുകയാണ്. അതൊരു നല്ല കാര്യമല്ലേ. ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഓഗസ്റ്റ് 15, ഇന്ത്യയുടെ 80ാമത്തെ സ്വാതന്ത്ര്യദിനം. 3 നിലകളോട് കൂടിയിട്ടുള്ള ഈ ഒരു വൈമാളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. ക്യൂസ് പ്രോഗ്രാംസോ മറ്റോ ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് സമയം അതൊക്കെ കണ്ടങ്ങനെ നിന്നു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഒരു പായസം ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഹൈപ്പർ മാർട്ടിൽ, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഗോതമ്പ് പായസം, അടപ്രഥമൻ, പാലട, പരിപ്പ് പായസം, പൈനാപ്പിൾ പായസം, ക്യാരറ്റ് പായസം ഒക്കെയാണ് ഇവിടുത്തെ പായസം ഫെസ്റ്റിലുള്ളത്. ഓരോ പായസത്തിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നിലും പെടാത്ത സേമിയ പായസം ഞങ്ങളുടെ 2ആളുടെയും വയറ്റിനകത്തും ഉണ്ട്. നല്ല ചൂട് ചോറിൽ ഇത് ഒന്ന് വാട്ടിയിട്ട് കഴിച്ചാണ്ടല്ലോ. സാധാരണ കഴിക്കണതിൻ്റെ ഇരട്ടി കഴിക്കും. പൊടി മീൻ, അത് കണ്ട പൊടി മീൻ, ആ സാധനം വെച്ച് നല്ലതായിട്ട് പടവടയ്ക്കാം. വേറെ ഒന്നും വേണ്ട കഞ്ഞിക്ക്. പിന്നെ ഇവിടെ ഇതുപോലത്തെ റോസ്റ്റഡ് ആയിട്ടുള്ള പ്രോൺസും ഉണ്ട് കണ്ട. ഇത് അഞ്ചോവിന് പ്രോൺസ് റോസ്റ്റ് അടിപൊളി സാധനങ്ങളാ. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രമേ ചോറിന്. സ്വാതന്ത്ര്യദിനായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഓറഞ്ച്, വെളുത്തുള്ളി, താഴെയുള്ളത് ബീൻസാണോ അമരക്കാണോ എന്നറിയില്ല. എന്തായാലും ഒരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. എൻ്റെ വ്ളോഗ് സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് വരുമ്പോഴേക്കും നിൻ്റെ വീഡിയോ അങ്ങോട്ട് തീരും, കുറച്ച് വലിയ വീഡിയോ ചെയ്തുകൂടെ എന്ന്. സംഭവം ശരിയാ. അപ്പം ഞാൻ വിചാരിച്ചു 2 വ്ളോഗിലേക്കുള്ള കണ്ടൻറ്റ് ഒരൊറ്റ വ്ളോഗാക്കാം. ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ചെയ്തതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള വ്ളോഗായിരിക്കും ഇത്. എന്തായാലും എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ വക ഒരു ഓണം സമ്മാനമാണ് ഈ ഒരു വ്ളോഗ്. അതെനിക്കറിയാം, അതല്ല ഞാൻ പറഞ്ഞത്. വൺ ഓഫ് ദ ബെസ്റ്റ് മൊയ്ത്തോ എന്ന് പറയില്ലേ അല്ലേ? അല്ല, ചേട്ടനോടല്ല, പ്രേക്ഷകരോട്. പ്രേക്ഷകർ വിചാരിക്കും ഇവനെന്തോ ഓവറായിട്ട് എക്സ്പ്രഷൻ ഉണ്ട്. ആ ബിരിയാണി അങ്ങോട്ട് ഒതുങ്ങി പോവാ. അല്ലേ,
ബിരിയാണി ഒതുക്കാൻ നമ്മൾ എന്തൊക്കെ കഴിച്ചെന്ന് അറിയോ? ലെമൺ ടീ, വെറും ചൂടുവെള്ളം, പായസം. എന്നിട്ട് ഇത് എന്ത് ബിരിയാണിയാണ്? ഒതുങ്ങണല്ലേ? ഇതുകൂടെ അങ്ങോട്ട് ഒരു സൈഡായിക്കോളും. എന്നല്ലേ. അങ്ങനെ വൈമാളിനോട് വിട പറഞ്ഞ് വീട്ടിലെത്തി. ഒരു ചെറിയ പൂച്ചോർക്കം പാസ്സാക്കി എന്ന് പറയാം. രാവിലെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണേ ഗുരുവായൂർക്ക്. അഞ്ചരയ്ക്ക് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രമാണ് സ്നേഹതീരം ബീച്ചിലേക്കുള്ളൂ. രാവിലെ ഷേവ് ചെയ്തു പോകുന്നു. രാവിലത്തെ ലുക്കൊന്നും ചെറിയ മാറ്റം. വിളിക്കാട്ടാ. അങ്ങനെ നിങ്ങളിൽ ചിലരൊക്കെ കാത്തിരുന്ന ആ 2 പേരെത്തിയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സ്നേഹതീരം ബീച്ചിലേക്ക് വരുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ബീച്ചിനെ കുറിച്ച്. കുറെ നാൾക്ക് ശേഷം കടൽ കാണുമ്പോണ്ടല്ലോ ഒരു മനസ്സിനൊരു സുഖമാണ്. പേടിക്കണ്ട, 3 പേരെ ഒരേ ഫ്രെയിം കിട്ടുമോ നോക്കാനാണ്. യെസ്, കിട്ടുന്നുണ്ട്. കടൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു അത്ഭുതം തന്നെയാണല്ലേ. ആകാശവും കടലും ഒന്നിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായി. ചേട്ടൻ പറയായിരുന്നു കടലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോതി നാളാത്രേ. എൻ്റെ നാളും ചോതിയാണ്. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് കടൽ എൻ്റെ വ്ളോഗിലൊരു കഥാപാത്രമായി മാറുന്നത്. ഞങ്ങൾ പാലക്കാട് ജില്ലക്കാർക്ക് സ്വന്തമായിട്ട് ബീച്ചില്ലല്ലോ. ചാവക്കാടാണ് ഏറ്റവും അടുത്തുള്ള ബീച്ച്. അതുപോലും 50 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഒരു സ്നേഹതീരം പാർക്കുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉള്ള ഒരു പാർക്കാണ്. 20 രൂപയാണ് എൻട്രി ഫീസ്. ജിമ്മിൽ പോയിട്ട് ഏതാണ്ട് 4 ദിവസമായി. അതുകൊണ്ട് പാർക്കിൽ എക്സസൈസ് ചെയ്യുന്ന ലേ അർജുൻ. ഇതറിഞ്ഞില്ല. കടലും കണ്ട് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. ഇരുട്ടായി. ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഇതിനകത്തൊരു സാധനം എന്താണാവോ? 14 പപ്പടം. ഞങ്ങൾക്ക് ഒരു കൊല്ലത്തേക്കുള്ള പപ്പടാണിത്. ഗിഫ്റ്റ് കിട്ടിയതാടാ. അത് ഞാൻ ചേട്ടൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോഗാ. ഒരു പപ്പടത്തിന്റെ ഒരു കലവറ തന്നെയാണ് ഫ്രിഡ്ജിനകത്ത്. ഈ പപ്പടം മാത്രമേ ഞങ്ങൾ വറുത്തടിക്കും. പപ്പടക്കടത്തുകാരൻ സബ്സ്ക്രൈബർ ഇതുപോലെ ഈ ഫ്രിഡ്ജ് നിറയ്ക്കാൻ എന്ത് വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും അയക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് പറയണത് എന്തെങ്കിലും ഞാൻ കൊണ്ടുവരുന്നതാണ്. ഇന്നത്തെ ഈ വ്ളോഗിൽ ഒരുപാട് കാഴ്ചകൾ കാണിച്ചെങ്കിലും ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമ്മ ഉണ്ടാക്കിയ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ആണേ. അതങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ റെഡിയാവുന്ന സമയത്ത് നമ്മുടെ ആശാനും അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. പിന്നെ എടുക്കാം. ആദ്യത്തെ പൊറോട്ട അർജുൻ വെച്ചിരിക്കുകയാണ്.
അവിയല് ചോറിൻ്റെ കൂടെ അല്ലേ? അടിപൊളി. ഇവിടെ പിന്നെ നാച്ചുറൽ എക്സ്പ്രഷൻ കിട്ടും. ഇത് കുറേ നാളായി ഞങ്ങൾ ചെമ്മീൻ വീട്ടിലല്ലേ അമ്മ. ഞാൻ വന്നതൊരു നിമിത്തമായി. അമ്മ നോൺ വെജ് കഴിക്കില്ലെങ്കിലും ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആളൊരു പുലിയാണെന്ന് തെളിയിച്ചു. പൊറോട്ടയ്ക്ക് നല്ല കോമ്പിനേഷനാണ്. കഴിക്കുക മതി 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 എന്നല്ല പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതെ. ആ എന്നാ ഗുരുവായൂർ പപ്പടം നമ്മുടെ പപ്പടം റിവ്യൂ ചെയ്യാം. ചുമ്മാ ഒരു സൈഡിൽ സൈഡിൽ അതുകൊണ്ട് മാത്രം കുഴയ്ക്കാൻ വേണ്ടി ചാർന്ന് ഒരു ബലത്തിന് നമ്മുടെ മൃണാളണ്ണനെയും കൃഷിച്ചേട്ടനെയൊക്കെ വിചാരിച്ച് ഒരു ഇതങ്ങനെ പൊട്ടിച്ച് മ്യൂസിക് ആയാലും ശരിക്കും പരിപ്പ് കറി ഒരു കണക്കിന് നന്നായി. കാരണം അത് ഇതുമായിട്ട് ചേർക്കുമ്പോഴേ ബാലൻസ് ചെയ്യാൻ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാറായി. ജെറ്റ് സ്പീഡിലാണ് ഇന്നത്തെ ദിവസം പോയത്. നല്ല എൻജോയ് ചെയ്തൊരു ദിവസം. ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ചേട്ടൻ ചേച്ചിയും ചേച്ചിയുടെ വീട്ടിൽ പോയി. കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകണം. നാളെ രാവിലെ നേരത്തെ എണീക്കണം. തൃശ്ശൂർ വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ബൈ.